ഞാൻ ഇന്നിവിടെ ഒരു തിലോപ്പിയ പൊള്ളിച്ചതാണ് ഞാൻ കാണിക്കുന്നത്. മുളക് പൊടി, കുരുമുളക് പൊടി, കല്ലുപ്പ്, മഞ്ഞപ്പൊടി ഇവയെല്ലാം തേച്ച് 1 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. 2 സവാള വഴട്ടിയത്, 2 തക്കാളിക്ക വഴട്ടിയത്, കറിവേപ്പില, പകുതി നാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ വറുത്തത്, ഉലുവ, ജീരകം, കാന്താരി മുളകും പച്ച കുരുമുളകും ചതച്ചത്, തേങ്ങാപ്പാലും കൂടി ചേർക്കും. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഈ തിലോപ്പിയ തിരിച്ചും മറിച്ചും ഇട്ട് ഞാൻ എണ്ണയിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ ഞാൻ ഈ ഇലയിലേക്ക് വെക്കുന്നു. എല്ലാ മസാലകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് പുരട്ടുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് മറിച്ചിടുന്നു. ബാക്കിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിൽ ചേർത്ത് പൊതിയുന്നു. ചട്ടിയിലാണ് ഞാൻ ഈ വെള്ളം തിളപ്പിക്കുന്നത്. ഇതിലേക്ക് വളരെ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇതിനി ആവിയിലിരുന്ന് നന്നായിട്ട് പൊള്ളി വരും. ആവിയിൽ വേവിച്ചെടുക്കുന്ന തിലോപ്പിയയാണിത്. ഇനി ഇതിനെ ഞാനൊരു അടപ്പാണ് ഇതിൽ മൂടി വെക്കുന്നത്. ഒരു 15 മിനിറ്റ് ഞാൻ ഈ പാത്രത്തിൽ വെച്ച് ഇത് പൊള്ളിച്ചെടുക്കുകയാണ്. തിലോപ്പിയ ആവിയിൽ പുഴുങ്ങിയത് എന്തായെന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മളെ തിലോപ്പിയ ആവിയിൽ വേവിച്ചത് ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ പുഴുങ്ങിയ തിലോപ്പിയയാണ്.